നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായുള്ള വിലയിരുത്തൽ കെ പ്രശാന്ത് നൽകും. പ്രശാന്ത്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന രാഷ്ട്രീയത്തെ ഏതു തരത്തിലാണ് സ്വാധീനിക്കുക? പ്രത്യേകിച്ചും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്നൊക്കെയാണ് വിലയിരുത്തിയത്. ഒപ്പം മുന്നണികളുടെ മാത്രമല്ല നേതാക്കളുടെ കൂടി വിലയിരുത്തലായി തെരഞ്ഞെടുപ്പ് മാറാനുള്ള ഒരു സാധ്യതയല്ലേ കാണുന്നത്? അഖില, നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ മാത്രമല്ല അതിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുക. പ്രത്യേകിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുക എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് സർക്കാരുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ വികസന പദ്ധതികളാണ് പ്രധാനമായും നിലമ്പൂരിൽ ചർച്ചയാക്കിയെന്ന് LDF പറഞ്ഞൊരു സാഹചര്യമുണ്ട്. ഒപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടായാൽ ഇതുവരെ സർക്കാരും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും സ്വീകരിച്ച നയ സമീപനങ്ങളിൽ ഇനി തിരുത്തലുകൾ വരുത്തേണ്ടി വരും. മാത്രമല്ല സ്വരാജിനെ പോലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് സ്വാഭാവികമായും വ്യക്തിപ്രഭാവം എന്ന നിലയിൽ സ്വരാജിന് തിരിച്ചടിയാണ്. മറ്റൊന്ന് മുന്നണിക്കും അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. കാരണം രാഷ്ട്രീയ പോരാട്ടമായി മുന്നോട്ട് വെച്ചാണ് സ്വന്തം ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത്. മറിച്ച് വിജയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെങ്കിൽ സ്വാഭാവികമായും CPM-ന് ഇനി അല്ലെങ്കിൽ സർക്കാരിന് ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് പകരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരും. UDF-നെ സംബന്ധിച്ചും സമാനമായ സാഹചര്യം തന്നെയാണ്. കാരണം അൻവറിനെ ഒഴിവാക്കി കരുത്തുറ്റ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം നിലപാടുകൾ അക്കാര്യത്തിൽ നിർണായകമായിരുന്നു. പ്രതിപക്ഷം സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ വിമർശനങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഏതൊക്കെ ജനങ്ങൾ സ്വീകരിച്ചു, അതിനി മുന്നോട്ട് പോകുന്നതിന് അത്തരം ആരോപണങ്ങൾക്ക് ശക്തി പകരേണ്ടത് ഷൗക്കത്ത് ജയിക്കേണ്ടത് അനിവാര്യത തന്നെയാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോക്കുണ്ടായാൽ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിനെ അടക്കം വിമർശിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരും. സ്വാഭാവികമായും കൂടിയാലോചനകളില്ല എന്ന് ശശി തരൂർ അടക്കം വ്യക്തമാക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ, അതായത് ഇരു മുന്നണികൾക്കുമെതിരെ അതിശക്തമായ മത്സരമാണ് NDA കാഴ്ചവെച്ചിട്ടുള്ളത്. മാത്രമല്ല വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി കൃത്യമായ രീതിയിൽ തന്നെ ആ മേഖലകൾ കേന്ദ്രീകരിച്ച ഒരു പോരാട്ടം തന്നെയാണ് NDAയുടെ ഭാഗത്തുനിന്നടക്കം ഉണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് പുതിയ അധ്യക്ഷൻ വന്ന പശ്ചാത്തലത്തിൽ എത്രത്തോളം വോട്ടുകൾ സ്വരൂപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അവരെ സംബന്ധിച്ച് നിർണായകമാണ്. നിലമ്പൂരിൽ ഏറ്റവും നിർണായകമാകുന്നത് PV അൻവർ തന്നെ എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് അൻവർ ഇതുവരെ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം, പിണറായിക്കെതിരായ പോരാട്ടം, ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾ എത്രത്തോളം ഏറ്റെടുത്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു വിഭാഗം ജനങ്ങളെങ്കിലും ഇതൊരു അനാവശ്യ രാജിയാണെന്ന തരത്തിൽ ചിലരെങ്കിലും ചർച്ച ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലമൊക്കെ നിലനിൽക്കുന്നു. ഏതായാലും ഈ വോട്ടിംഗ് ശതമാനത്തിലേക്ക് എത്തുമ്പോൾ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കണക്കിൽ നമുക്ക് ഈ മണ്ഡലം ഞങ്ങളുടെ പിടിയിലേക്ക് എത്തിയെന്ന് ആർക്കും അവകാശപ്പെടാവുന്ന ഒരു സാഹചര്യത്തിൽ അല്ല ഉള്ളത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ, മണിക്കൂറുകളെല്ലാം തന്നെ ഓരോ മുന്നണിയും വളരെ കൃത്യമായി തങ്ങളുടെ വോട്ടുകൾ ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു കണക്കുകൂട്ടലിലേക്ക് തന്നെയായിരിക്കും എത്തുക.